ഹായ്. അപ്പം ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസം. നല്ല മഴ വെച്ചാൽ മഴ നിൽക്കുന്നില്ല. അപ്പം ഇവിടെ അടുത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു പഴംപൊരിക്കടയുണ്ട്. സോ നമ്മൾ ഇവൻ ലീവിൽ വന്നാൽ മാത്രം പോകുന്നൊരു പഴംപൊരിക്കടയുണ്ട്. സോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പഴംപൊരിയും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. സോ ഈ മഴയത്ത് പഴയൊരു കടയില്ല, കുടുംബശ്രീക്കാരൊരു ഇപ്പം തുടങ്ങിയൊരു ചെറിയൊരു കട. അപ്പോൾ അവിടെ പോയി ചായയും പഴംപൊരിയും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ പോവാം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഷീട ഭയങ്കര തിരക്ക്, അധികം തിരക്കൊന്നും കാണാനില്ല. അല്ലെങ്കിൽ ഷീട ഭയങ്കര തിരക്ക്. ഇപ്പോൾ തുറന്നേനാ കട തുറന്ന്. സോ ഗൈസ്, കട തുറന്നിട്ടുണ്ട്. സോ നമ്മൾ നേരെ പോയിട്ട് അവിടെ നിന്ന് ബാക്കി എടുക്കാം. നല്ല തിരക്കുണ്ട് ഇപ്രാവശ്യം. എന്തുകൊണ്ടാ അറിയില്ല, മഴയുണ്ടാന്ന് തോന്നിയിട്ട് ആൾ കൂടി വന്നു അല്ലേ, ആൾ കൂടി അല്ലേ. സോ നമുക്ക് കാറ് കുറച്ച് അങ്ങ് ഇവിടെ പാർക്ക് ചെയ്തു, ഇവിടെ കയറിക്കും. സോ നമുക്ക് കാറ് ഇവിടെ പാർക്ക് ചെയ്തു. പുറത്ത് ചെറിയ മഴയില്ല, വലിയ മഴയില്ല, പക്ഷെ മഴ നിൽക്കുന്നില്ല. എങ്ങനെ നിൽക്കുന്നില്ല മഴ അവിടെ. ശരി, സോ അപ്പോൾ എൻ്റെ അമ്മേ നമ്മുടെ സ്പോട്ടിലെത്തി. അതാണ് നമ്മളെ കട. സോ നമുക്ക് അവിടെ എത്തിയിട്ട് പഴംപൊരിയും ചായയും പറയാം. ഇവിടുത്തെ പഴംപൊരിയാണ് ഫേമസ് എന്നല്ല നമ്മൾ എപ്പോഴും കഴിക്കുന്ന. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഇവർ പഴം ഉപയോഗിക്കുന്നത് വെച്ചാൽ കുറച്ച് നല്ല പഴുത്ത പഴം. അപ്പം പഴുത്ത പഴം ഉപയോഗിച്ചിട്ട് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പഴുത്ത പഴത്തുകൊണ്ട് പഴംപൊരി ആക്കുന്നത്. ഇവരെ കുറേ പലഹാരങ്ങളുണ്ട്. എണ്ണക്കടിയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ സംഭവമാണ്. നമ്മളങ്ങനെ ഇവിടെ എത്തി. സോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്ന് പഴംപൊരി പറഞ്ഞു. സോ നമ്മളിപ്പോൾ ഒരാളും കൂടി ഉണ്ട് പഴംപൊരി ഇന്ന് നോക്കുന്നുണ്ട്. കുറച്ച് ഇട്ടെടുത്തോ. മഴത്തൊക്കെ സോ നമ്മളെ പഴംപൊരിയും പരിപ്പോടെയും 2 ചായ കൂടെ എത്തി. നമ്മളപ്പോൾ ചായ കുടിക്കാൻ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് മഴയത്ത്. സോ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. സംഗീതം തുടങ്ങി, അതുകൊണ്ട് ഞാനും തുടങ്ങാം. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിരുന്നു. പാവം, കുറച്ച് പേടിയുണ്ടോന്നല്ലേ. വ്യൂ ആസ്വദിക്കുന്ന കണ്ടത്തിൻ്റെ. ചായ അടിപൊളി, ഒന്നും പറയാനില്ല. അത് ഈ മഴയത്ത് ഒരാളവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പേടിച്ചിരിക്കുന്നവരുണ്ടല്ലോ കുറച്ച്. പാവം, ഒന്നും കഴിച്ചിട്ടാ തോന്നുന്നു, വയറിലൊന്നും ഇല്ലല്ലോ. ഒന്നും വേണ്ട, പഴം തിന്നില്ല. നമുക്ക് ചിക്കൻ, മുട്ട അങ്ങനത്തെ എല്ലാം പറ്റും. കുറച്ച് സമയം കിടക്കാന്ന് വിചാരിച്ചു. അപ്പം ഈ ഹോട്ടലിൻ്റെ മുന്നിലുള്ള ഒരു വ്യൂ ആണ്. ഒന്നുമില്ല, ചെറിയൊരു വ്യൂ. അതായത് ഗോളി പോസ്റ്റലുണ്ട്. പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ്. ഇപ്പം വെള്ളം കയറിയോണ്ട് തന്നെ ആരും ഫുട്ബോൾ കളിക്കല്ലോ. സോ ഇവിടെയാണ് നമ്മളെ കട വരുന്നത്. സോ ഇവിടെ ഇപ്പം കൊച്ചയും കോഴിയൊക്കെ ഉണ്ട് കണ്ടത്തിൽ. അതായത് മഴയത്ത് എന്തെങ്കിലും പ്രാണിയും കാര്യങ്ങളും ഉണ്ടാവും, അപ്പോൾ അതിനൊക്കെ തിന്ന് നടക്കുന്ന കൊച്ചയും കോഴിയൊക്കെ. സോ ഇവിടെ ഫുള്ള് ഗ്രൗണ്ടായിരുന്നു. അർജൻറ്റീനയുടെ ഒരു കൊടിയുണ്ട് അവിടെ. സോ നമ്മൾ പാർസൽ വാങ്ങാൻ വെയിറ്റ് ചെയ്യാം. സോ പാർസൽ വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം ഇതാണ് കട. ഇതാണ് കടേൻ്റെ പരിസരം. ഇവിടെ ഇപ്പം തിരക്കായി. അതായത് മുന്നേ ഇവിടെ തിരക്കില്ലായിരുന്നു, ഇപ്പം തിരക്കായി. മഴയത്ത് ചുരുണ്ടുകൂടി കിടക്കുന്നത്. നമ്മളെ കാറെന്ത് വൃത്തി നോക്കിയല്ലേ, നല്ല വൃത്തി. അതിൻ്റെ ഫ്രെയിമിൽ ഒരാളും കൂടെ വന്നു. സോ നമ്മൾ കാറെടുത്ത് നേരെ പോലെ. അപ്പം ഇന്നത്തെ ചായ കുടി കഴിഞ്ഞു. അപ്പം ഇപ്പം തിരിച്ച് ബാംഗ്ലൂർ പോലെ. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യാനും കാര്യങ്ങളുണ്ട്, ചെറിയ പാക്കിങ് കാര്യങ്ങളുണ്ട്. കാര്യമൊന്നുമില്ല, അതായത് അത്രയും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. നമ്മളെ വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സോ ഇതാണ് ഗ്രൗണ്ട് ഞാൻ നേരത്തെ കളിച്ച്. മഴയുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇവിടെയെല്ലാം കാണാൻ. ഒരു പച്ചപ്പെല്ലാം വന്നു, പക്ഷെ വെള്ളം നിറഞ്ഞുകൊണ്ട് തന്നെ പിള്ളേർ ഗ്രൗണ്ട് ഫുള്ള് പോയി. സോ ആ ചായക്കടയിൽ, അതായത് ഒരു കുടുംബശ്രീ ചേച്ചിമാരെ നടത്തുന്ന ഒരു ചായക്കടയാണ്. അപ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ പഴംപൊരി കിട്ടും. ഗോളി വെച്ച ഇങ്ങോട്ട് തന്നെ പറയുള്ളൂ, അങ്ങോട്ടെന്നാ പറയല്ലേ അറിയില്ല. അതായത് അങ്ങോട്ട് തെക്കോട്ട്. സോ ഗോളി വെച്ച കിട്ടും.
പിന്നെ ദോശ, മുട്ട, പിന്നെ പരിപ്പ് വട, അങ്ങനത്തെ എല്ലാം അത്യാവശ്യം എല്ലാം കിട്ടും. നല്ലൊരു ചായക്കട. പഴംപൊരി അടിപൊളിയാണ് നടത്തി. ഇന്നത്തെ പഴംപൊരി എങ്ങനെ നൈസല്ലേ? സോ മഴയത്ത് തന്നെ വന്ന് കഴിക്കണത്, അത് നല്ല ഒരു രസം കിട്ടും. അങ്ങനെ നമ്മളധികം ഇവിടെ വരുന്നതാ. അതായത് ഞാൻ ഒറ്റക്കാരില്ല, ഇവരുള്ള സമയം മാത്രമേ അധിക സ്ഥലത്തും പോകാറുള്ളൂ. വേൾഡ് കപ്പിൻ്റെ ഇതായതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെയും അർജൻറ്റീനയിലെ കൊടി, ഫ്ലക്സ് എല്ലാം വന്ന് നാട്ടിൽ. സോ നല്ലത്. ഈ കടേൻ്റെ ലൊക്കേഷൻ, അതായത് ചെറിയൊരു കുടുംബശ്രീ കടയാണ്. ഈ കടേൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെ വെച്ചാൽ കാസർഗോഡ് ജില്ല കാലിക്കടവ് നിന്ന് കുറച്ച് ഉള്ളോട്ട് പോയൊരു മാനായി എന്ന് പറഞ്ഞ സ്ഥലത്തും. അപ്പോൾ ആ സ്ഥലത്താണ് ഈ കുടുംബശ്രീ കടയുള്ളത്. ലൊക്കേഷൻ മാപ്പിലുണ്ടോ അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. നമ്മളിവിടെ അടുത്താണ് ഇപ്പോഴും പോകുന്നത്. സോ ഇതാണ് നമ്മളെ 24 കൊല്ലം കൂടുമ്പോൾ തെയ്യം നടക്കുന്ന വേങ്ങാക്കോട്ട് ക്ഷേത്രം. ഇനി അടുത്ത 24 കൊല്ലം, അതായത് 3-4 കൊല്ലം മുന്നേ കഴിഞ്ഞു തെയ്യം. അപ്പം ഇനി അടുത്ത 24 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ തെയ്യുള്ളൂ. അപ്പം ഫാമിലി ആയിട്ട് വരാം. സോ അങ്ങനെയാണ്. സോ അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിലെത്താനായി. എത്തിയിട്ട് ബാക്കി കാര്യമാണ് സംസാരിക്കുക. സോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. സോ നമ്മളെ പുതിയ വാങ്ങിയ മീനിനെല്ലാം നമ്മൾ ഒപ്പരിട്ടു. സോ നിങ്ങൾ ഈ കാണുന്ന നീല കളർ എന്ന് വെച്ചാൽ മെത്തലിൻ ബ്ലൂ എന്ന മരുന്നാണ്. അത് മുന്നേ വന്നുകൊണ്ടിരുന്ന പച്ച കളറിലാണ്, ഇപ്പം നീലയാണ്. അപ്പം ഇതെന്തിനാക്കുന്നത് വെച്ചാൽ അക്വേറിയത്തിൽ ഫംഗലും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അത് പോകാൻ വേണ്ടിയിട്ടാണ് ആക്കുന്നത്. ഇതറിയാലോ ക്യാമറ. സോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്കിയത്. പിന്നെ ഇവിടെ പുതിയതായിട്ട് നമ്മൾ ഓട്ടോ ഫീഡർ വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ ഫീഡർ വെച്ചാൽ എന്ന ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മീനിന് തീറ്റ കൊടുക്കാൻ ഉപകാരമുള്ളൊരു സാധനം. സോ ഇത് മസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയും പോകുന്നതുകൊണ്ട് തന്നെ ഇവനിവിടെ ഇല്ലാത്ത സമയം മാവനുമാണ് ഇതിനെ നോക്കാറ്. ഇടയ്ക്ക് ഞാനും വന്ന് നോക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ ഫിൽറ്റർ വെച്ചത്. അങ്ങനെയാണ്. സോ ഡിസ്കസിങ്ങിന് എല്ലാം ഒപ്പരം ഇട്ടുകൊണ്ട് കാണാൻ നല്ല ഇതുണ്ട്. പിന്നെ ഏഞ്ചലിനെ അങ്ങോട്ട് മാറ്റി ബാക്കി കുറച്ച് മീനിനും കൂടെ മാറ്റിയിട്ടുണ്ട്. ഇതിലധികം നീല കളർ ഇല്ല അല്ലേ? ഇല്ല, നല്ലോണം വെള്ളം കൂടി ഉണ്ടായിക്കല്ലേ. ഇതിലാണ് ശരിക്കും നീല കളർ. ഇതിപ്പോ ഒരു ലൈറ്റ് വെച്ചവരുണ്ട്. ആ ഇതിന്റെ ബാക്കിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള. ആ ഇവിടെ നല്ലോണം വെളിച്ചടിക്കുന്നുണ്ടല്ലേ. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ചെടിയും അതുപോലെ തന്നെ ഇതിൽ ഷ്രിമ്പും ഉണ്ട് താഴെ. ഈ ചെമ്മീനെ പോലെ കാണുന്ന ഷ്രിമ്പ്. സോ ഗൈസ്, അപ്പം നമുക്ക് പ്രാവിന് തീറ്റ കൊടുക്കാം. മഴയുകൊണ്ട് തന്നെ പ്രാവിൻ്റെ കൂടെല്ലാം കുറച്ച് നനഞ്ഞിട്ടായില്ലേ. സോ പ്രാവിൻ്റെ തീറ്റ കൊടുക്കുന്ന സമയം ഇവരെല്ലാം ഇങ്ങനെ വരും. ഇടക്ക് ഇങ്ങനെ ചിറകിട്ടടിക്കും. അതാ അത് പറയുമ്പോൾ തന്നെ അടിച്ചു. എല്ലാവരും തീറ്റ രാവിലെയും വൈകുന്നേരം തീറ്റ കൊടുക്കൽ. 3 നേരം കൊടുക്കലില്ല. നല്ല മഴ പെയ്ത് ഉള്ളൊരു കാലാവസ്ഥ ഇപ്പോഴുള്ളത്. ഇപ്പാണ് മഴ നിന്നത്. രാവിലെ മുതൽ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതുണ്ടായി. അങ്ങനെയാണ്. നമ്മൾ ഈ വലിയൊരു പാത്രത്തിലാണ് പ്രാവിന് വെള്ളം വെച്ച് കൊടുക്കുക. നമ്മളിവിടെ ഒരു മരത്തിൻ്റെ കൂടുണ്ട്. ഇത് എന്തിനു ഉപയോഗിച്ച് വെച്ചാൽ ഇവിടെ പണ്ട് കോഴി ഉണ്ടായിരുന്നു. അതിനെല്ലാം കുറുക്കൻ പിടിച്ചുകൊണ്ടുപോയി. ഇവിടെ കുറുക്കൻ്റെയും കീരീൻ്റെയും അങ്ങനത്തെ ശല്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കോഴി പോയി. പ്രാവിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോഴിനെ ഇളക്കിയ സമയത്താണ് പോയത്. പ്രാവിനെ വെച്ചാൽ ഒന്നാമത് ഇരുമ്പിൻ്റെ കൂടാണ്, അതുകൊണ്ട് കീരിയും കൊണ്ടുപോകില്ല. മരത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് കോഴിനെ എപ്പോഴും ഇളക്കി വിടും. അതുകൊണ്ട് തന്നെ അതിനെല്ലാം പിടിച്ചുകൊണ്ടുപോയി. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു. സോ അപ്പം ഇവിടെ ആരുമില്ല. അതായത് പിള്ളേർ പോയി, തിരിച്ചു പോയി. ധ്യാനം അന്നേ പോയിരുന്നു, പിള്ളേരെല്ലാം തിരിച്ചു പോയി. ഇപ്പം നമ്മളെ സ്റ്റമ്പ് മാത്രം അവിടെ ബാക്കി, ഒരു സ്റ്റമ്പ് മാത്രം അവിടെ ബാക്കി. മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ ക്രിക്കറ്റ് കളിച്ചായിരുന്നു. ഇവിടെ ബഹളമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും ബഹളമില്ല.
അനക്കം ഇല്ലാതായിപ്പോയി. അതായത് വീട് ഉറങ്ങിയ പോലെ ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ പിള്ളേർ സ്കൂൾ തുറന്നു, അപ്പം അവർക്ക് എന്തായാലും പോയേ പറ്റൂ. പിന്നെ ഇപ്പോഴേ തിരിച്ചു വരില്ല, ഇനി സെപ്റ്റംബറിൽ നോക്കണം. വന്നിട്ടൊരാവശ്യമുണ്ട് അവർക്ക്, അപ്പം സെപ്റ്റംബറിൽ തിരിച്ചു വരും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഓടിക്കളിച്ച് ക്രിക്കറ്റുകളൊക്കെ കളിച്ച് നമ്മൾ നടന്ന് ഞാനും എൻ്റെ വർക്ക് ചെയ്തിട്ട്, അതായത് വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ പിള്ളേരെപ്പഴാണ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് ഇപ്പോൾ ഉറങ്ങിയ പോലെ വീട് ഫുള്ള്. അതായത് പിള്ളേരും പോയി. അത് ഇന്നലത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇവിടെ ചെറുതൊക്കെ ഓടിക്കളിച്ച് ആരും എല്ലാം ഉണ്ടാകുമ്പോൾ ക്രിക്കറ്റ് കളിച്ചും ബാഡ്മിൻ്റൺ കളിച്ചും പാറ ഗ്രൗണ്ടിൽ പോക്കും നമ്മൾ വയലിൽ കാണാൻ പോക്കും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അനക്കില്ല, വീട് ഫുൾ ഉറങ്ങിയ പോലെ. അതുകൊണ്ട് എന്തോ പോലെ ഒരു ഫീൽ ചെയ്യുന്നു. ഫുൾ ഉറങ്ങിയ പോലെ വീട്, എന്തോ ഒരു മൂകത പിടിച്ച പോലെ വീട്. സോ അങ്ങനെയാണ്. പിള്ളേർ വരും. സോ അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പം ഒരു ദിവസം അങ്ങോട്ട് പോകേണ്ടി വന്നാൽ, അതായത് പോകേണ്ടി വരും. ചിലപ്പോൾ ഞാൻ പോവുകയും ചെയ്യും, പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ്. പിള്ളേർക്ക് സ്കൂളിൽ തുറന്നു, അതായത് ജൂണിൽ തന്നെ 5-5 മറ്റാണ് തുറന്നത് സ്കൂള്. അപ്പോൾ തുറന്നു അവിടെ തന്നെ ഇവർക്ക് പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ അച്ഛൻ വരാനുണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്നലെയാണ് ടിക്കറ്റ് കിട്ടിയതും. ഇന്നലെ തന്നെ അവർ ട്രെയിനിൽ പോവുകയും ചെയ്തു. അപ്പോൾ രാത്രി നമ്മൾ കൊണ്ടാക്കാൻ പോയ വ്ളോഗും എല്ലാം ഇന്നലെ ഇട്ടു. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സോ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ പുറത്ത് ആരുമില്ല. സോ ഈ സമയം എന്ന് വെച്ചാൽ എൻ്റെ വർക്കും കഴിഞ്ഞ് ഇപ്പം ഏകദേശം വൈകുന്നേരം സമയം എന്ന് വെച്ചാൽ വർക്കും കഴിഞ്ഞ് നമ്മൾ ഇവിടെയൊക്കെ ഇരുന്ന് കളിക്കും. നമ്മളെ സ്റ്റെമ്പാണിത്, 3 സ്റ്റെമ്പ്. അതായത് നമ്മൾ വേറെ സ്റ്റെമ്പും ബോളും ബോൾ വാങ്ങിയിട്ടുണ്ട്, കുറേ ബോൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്റ്റെമ്പ് ബാറ്റ് കാര്യങ്ങൾ വാങ്ങിയിട്ടില്ല. കാരണം ഇവരാടുന്ന് ക്രിക്കറ്റ് കളിക്കലുണ്ട്, ക്രിക്കറ്റ് കോച്ചിങ്ങിലും പോലുണ്ട് ആരും. അതുകൊണ്ട് തന്നെ ആടുന്ന് അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവന്മാർ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പം ഇവിടെ ആരും കളിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ വർക്കും ചെയ്യും, അങ്ങനെയാണ്. പിന്നെ ധ്യാൻ മുന്നേ പോയിട്ട് തന്നെ അതിൻ്റെ ഒരു പ്രശ്നമില്ല. അപ്പം ഇവന്മാർ പോയപ്പം ശരിക്കും ചുറ്റുവട്ടൊക്കെ ഉറങ്ങിയ അവസ്ഥയാണ്. ഒന്നുമില്ല, ആരും ഇല്ലാത്ത പോലെ. അല്ലെങ്കിൽ നമ്മളിവിടുന്ന് മത്സരിക്കലുണ്ട്, ചെറുത് ബാറ്റ് കിട്ടാണ്ട് കരയിലും അങ്ങനത്തെ കാര്യങ്ങളിലുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഒച്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അനക്കമില്ലാത്ത സ്ഥലമായി. ഇവിടെയും തറവാട്ടിലും നമ്മൾ തറവാട്ട് അപ്പുറത്ത് തന്നെ നമ്മൾ തറവാട്ടിൽ പോയിട്ട് ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. അതായത് പിള്ളേർക്ക് ഇവിടെ വന്നിട്ട് വെറുത്തായ പോലെ. അതായത് നമ്മളെല്ലായിടത്തും പോയിരുന്നു. ചെറുതിന് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ സ്കൂട്ടി പോകാനാണ്. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലും എല്ലായിടത്തും പോയിരുന്നു. ഇപ്പോൾ അവർ പോയണ്ട് എന്തോ ഒരു ഒച്ചപ്പാട്, ആളും അനക്കില്ലാത്തൊരവസ്ഥ പോലെയായി. ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സോ അവർ ഇനി സെപ്റ്റംബറിൽ വരുവാണെങ്കിൽ നമുക്ക് അവരൊപ്പം എന്തായാലും വ്ളോഗ് ഉണ്ടാവും. അവരൊപ്പം എന്തായാലും വ്ളോഗ് ഉണ്ടാവും. സോ ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേരാണ് പിന്നെ ഫുള്ള് വ്ളോഗിലും വന്നത്. അത് ഓരോ ദിവസവും ഞാൻ പിള്ളേരപ്പുറം വ്ളോഗ് എടുക്കാനാണ് ഞാനിങ്ങനെ, അതായത് അവരെ കളിയും കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്തെന്ന് കുറച്ചും കൂടെ എനിക്കിതുണ്ടായത്. അപ്പം അങ്ങനെയാണ്. അപ്പം മഴ പെയ്തിട്ട് ഫുള്ള് ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുക. അങ്ങനെയാണ് കാര്യങ്ങൾ. അവർ സെപ്റ്റംബറിൽ വരും. അപ്പം നമുക്ക് സെപ്റ്റംബറിൽ അവരുടെ കൂടെയുള്ള വ്ളോഗ് എന്തായാലും എടുക്കാം. സോ അങ്ങനെയാണ്. അപ്പം രണ്ടാൾക്കും ക്ലാസ് തുടങ്ങി. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ തിരിച്ചു പോകേണ്ടി വന്നതും. സോ നമ്മളങ്ങനെ തറവാട് എന്താ ബോക്സ്, ഇതെന്തോ കുടുംബശ്രീൻ്റെ ഇവിടെ കുടുംബശ്രീ ഉണ്ടാവില്ലേ തറവാട്ടിൽ. സോ അവരെന്തോ കുടുംബശ്രീൻ്റെ കേക്കാണ് എന്തോ മുറിച്ച് കട്ട് ചെയ്ത് ഇതിലുള്ള. സോ നമുക്ക് സംഗീൻ്റെ വീട്ടിലേക്ക് പോകാം. നമ്മൾ അവിടെ നിന്നാണ് വ്ളോഗ് എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം. റിട്ടോ വരക്കുന്നുണ്ട് എന്നെ കണ്ടിട്ട്, അതായത് മനസ്സിലാവാനായിട്ടാണ്. സംഗീത് ബാംഗ്ലൂർ പോലെ. സോ നമുക്കൊന്ന് കൊണ്ടാക്കിയിട്ട് വരാം. ഏകദേശം എല്ലായി. ഇപ്പം റെഡി ആയിട്ട് ഇറങ്ങും. സോ നമ്മൾ മഴയില്ല കാരണം ഒന്ന് കാർ എടുത്തിട്ടാണ് വന്നത്. സോ അവനവിടെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. സോ റെഡി. സോ നമുക്ക് കൊണ്ടാക്കിയിട്ട് വരാം. നമ്മളിവിടെ ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒരു സാധനം വാങ്ങാനാണ്.
നമ്മളെ സ്ഥിരം ഷോപ്പാണിത്. അതായത് ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നാൽ ഇവിടെ നിന്നാണ് സാധനം വാങ്ങുന്നത്. ഇവിടെ എല്ലാ സാധനവും കിട്ടും. അപ്പം നമ്മൾ ഇവിടെ ബസ്സിന് വെയിറ്റ് ചെയ്യാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ചെറുവത്തൂർ എത്തി ബസ്. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റിലെത്തും. ഓക്കെ, ബ്രിഡ്ജ് വരുന്നത്, അതായത് ഈ പ്രദേശത്ത് ഉള്ളതിൽ ഏറ്റവും വലിയ ഓവർ ബ്രിഡ്ജായിട്ടുള്ള ഇതാണ്. സോ നമ്മളിവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബസ് ഏകദേശം എത്താനായി. അപ്പോൾ നമുക്ക് ബാഗ് എടുത്തിട്ട് അപ്പുറം പോകും, ആയിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ബസ് പെട്ടെന്ന് വരും ചെറുവത്തൂർക്ക്. സോ നമ്മളിവിടെ ബസ്സിനെ വെയിറ്റ് ചെയ്യുക. ബസ് ഇപ്പം എത്തും ഏകദേശം. സോ നമ്മൾ ഹൈവേ തന്നെ ആയി, സർവീസ് റോഡാണ്. ഹൈവേ മുകളിലേ പോണേ. അപ്പം നമ്മൾ ഈ സർവീസ് റോഡ് വഴി ഇപ്പം വണ്ടിയെല്ലാം വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാം വണ്ടീനെ. സോ ഇപ്പം എത്തും. വണ്ടി ഏകദേശം ചെറുവത്തൂർ വിട്ടു. സോ നമ്മൾ ബാഗെല്ലാം എടുത്ത് സെറ്റായി. സോ സംഖ്യ എങ്ങനെ പോവാ. ഓക്കെ, ബൈ ബൈ. അടുത്ത പ്രാവശ്യം അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അടുത്ത മാസം വരും. ഡിസ്കസ് ഇല്ലാണ്ട് അടുത്ത മാസം വരും. നമുക്ക് അടുത്ത മാസം വരും. അപ്പം അടുത്ത മാസം സെറ്റാക്കാം. പിന്നെ എനക്കും വർക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ബസ് വന്നു. ഇതാണ് ബസ്, വരദായിനി. നല്ല ലൈറ്റും കാര്യങ്ങളാ. ഇതാണ് ബസ്. സോ അങ്ങനെ സംഖ്യ പോലെ തിരിച്ചു പോലെ. ഓക്കെ, സോ സംഖ്യ ഇങ്ങനെ തിരിച്ചുപോയി. അപ്പോൾ നമുക്കും വീട്ടിൽ പോവാം. സോ ഗൈസ്, അങ്ങനെ സംഗീത് തിരിച്ചുപോയി. അപ്പോൾ അതിന് അടുത്ത മാസമേ അവൻ വരുള്ളൂ. സോ ഇപ്പോൾ നമുക്ക് അടുത്ത മാസം അവനെ കാണാം. ഇപ്പം നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോവാം. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മളെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ കാറിലും പാർക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതായത് പിള്ളേരെ വീട്ടിൽ വന്നിട്ടുള്ള പിള്ളേരില്ല. സോ അപ്പം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗിൽ നാളെ കാണാം. ബൈ.